സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗ്ലേസിങ് ആൻഡ് ലോഡിങ് എന്ന് പറയുന്ന രണ്ട് ഗ്രൈൻഡിങ് വീലിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫോൾസ് എന്ന് വേണമെങ്കിൽ പറയാം, റൈറ്റ്? ഗ്ലേസിങ് ആൻഡ് ലോഡിങ്. hope you all remember that what is glazing and what is loading, but still ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം എന്താണ് ഗ്ലേസിങ്, എന്താണ് ലോഡിങ് എന്നുള്ളത് അല്ലേ. ഗ്ലേസിങ് എന്ന് പറയുന്ന സമയം അതൊരു കണ്ടീഷനാണ് അല്ലേ, എബ്രസീവ് വീലിൻ്റെ കണ്ടീഷനാണ്, റൈറ്റ്? അതായത് എബ്രസീവ് വീൽസ്, എബ്രസീവ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ, എബ്രസീവ് വീൽസിൽ എബ്രസീവ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. സോ ദീസ് എബ്രസീവ് പാർട്ടിക്കിൾസ് being in contact with the workpiece, it becomes dull. Okay, so abrasive particles ഭയങ്കര dull ആവും അല്ലേ. സോ being in contact will become dull and അതിനൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രെയിൻ ഫ്രാക്ചർ കൊടുക്കാൻ കഴിയില്ല. അതായത് നമുക്ക് ഗമ്മ് ബോണ്ടില്ലേ കറക്റ്റായിട്ട് ഈ ഗ്രെയിൻസിന്, അതായത് ഡള്ളായ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യില്ല. സോ ആ സമയത്ത് കട്ടിങ് സർഫേസിൽ, വീലിൻ്റെ കട്ടിങ് സർഫേസസിൽ നമുക്കൊരു ഷൈനി ഗ്ലാസ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. അങ്ങനെ ഉള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഗ്ലേസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഗ്ലേസിങ് ഈസ് കോസ്ഡ് വെൻ വീൽ ഈസ് ടു ഹാർഡ്, ഓക്കെ, ഓർ റിവോൾവ്സ് അറ്റ് എ ടു ഫാസ്റ്റ് ഓർ ടു സ്ലോ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പൊതുവേ ഗ്ലേസിങ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് ബൈ ഇൻക്രീസിങ് ദ വർക്ക് സ്പീഡ് ആൻഡ് റെഡ്യൂസിങ് ദ കട്ട്. അങ്ങനെയാണ് നമ്മൾ ഗ്ലേസിങ് പൊതുവെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഗ്ലേസിങ് ഇസ് ദാറ്റ് കണ്ടീഷൻ ഓഫ് abrasive wheel in which the abrasive particles in the wheel become dull by wear, okay, and there is insufficient grain fracture. Also, these grains are not released by the bond, hence causing the cutting surface of the wheel to take a shiny glass-like structure. Okay, വെറും ഗ്ലാസ് ലൈക്ക് സ്ട്രക്ചർ എന്നൊന്നും എഴുതിയേക്കരുത്, ആ ഷൈനി ഉണ്ടാവണം, ഷൈനി ഗ്ലാസ് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, സോ ദാറ്റ്സ് കോൾഡ് ഗ്ലേസിങ്. ആൻഡ് ലോഡിങ്. എന്താണ് ലോഡിങ് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ലോഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൈൻഡിങ് വീൽസ് എന്ന് പറയുന്ന മാനുഫാക്ചറിങ്, ഗ്രൈൻഡിങ് വീൽ എങ്ങനെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്നലെ കാണിച്ചു തന്നു അല്ലേ. സോ ഗ്രൈൻഡിങ് വീൽ, വൈൽ വി മാനുഫാക്ചറിങ് ഗ്രൈൻഡിങ് വീൽസ് വി വിൽ യൂസ് എബ്രസീവ്സ് ബോൺസ് അല്ലേ. കറക്റ്റ് എബ്രസീവ്സ് ബോൺസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എബ്രസീവ് വീൽസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീൽസിൻ്റെ എബ്രസീവ് പാർട്ടിക്കിൾസിൻ്റെ പോഴ്സ് ഉണ്ടാവും അല്ലേ, പോഴ്സ് ഓഫ് ദ ഗ്രൈൻഡിങ് വീൽസ് ഉണ്ടാവും. ഇതിൻ്റെ ഈ പോഴ്സിൽ നമ്മൾ ചിപ്സ്, അതായത് കട്ട് ചെയ്ത് പോകുന്ന ഈ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചിപ്സ് വന്നിട്ട് ട്രാപ്പ് ചെയ്യപ്പെടും. ഈ ട്രാപ്പ് കാരണം ഈ കറക്റ്റായിട്ടുള്ള ഒരു കട്ടിങ്, അതായത് പ്രോപ്പർ കട്ടിങ് നടക്കില്ല. ഓക്കെ, ഫ്രീ കട്ടിങ് നടക്കില്ല. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ വീൽ ഫ്രം ഫ്രീ കട്ടിങ് എന്നാ പറയുക. ഓക്കെ, ഫ്രീ കട്ടിങ് നടക്കില്ല. അപ്പം ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ലോഡിങ് എന്ന് പറയുന്നത്. ട്രാപ്പിംഗ് ഓഫ് ചിപ്സ് ഇൻ ദ പോറസ് ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ, ഓക്കെ, പോർസ് ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ, ആൻഡ് പ്രിവെൻറ്റ് ദിസ് wheel from cutting freely. So it is caused by using very hard wheel, grinding soft material, correct ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കട്ടിങ് ഫ്ലൂയിഡ്, ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള കട്ടിങ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പം. സോ കട്ടിങ് ഫ്ലൂയിഡ്സിൻ്റെ സെലക്ഷനെ പറ്റിയിട്ട് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ക്ലാസ്സസിൽ നമ്മൾ കട്ടിങ് ഫ്ലൂയിഡ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടിങ് ഫ്ലൂയിഡ്സ് നെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ് യു ഓൾ റിമെമ്പർ ദാറ്റ് ഇല്ലേ. എന്താണ് കട്ടിങ് ഫ്ലൂയിഡ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മൾ? കട്ടിങ് ഫ്ലൂയിഡ്സ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എത്ര ടൈപ്സ് കട്ടിങ് ഫ്ലൂയിഡ്സ് ഉണ്ട് അല്ലേ. കട്ടിങ് ഫ്ലൂയിഡ്സ് ഷുഡ് ഹാവ് എ ലോ വിസ്കോസിറ്റി അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ. സോ വാട്ട് വാസ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് കട്ടിങ് ഫ്ലൂയിഡ്സ്? കട്ടിങ് ഫ്ലൂയിഡ്സിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? കട്ടിങ് ടൂളും അല്ലേ, കട്ടിങ് ടൂള് കൂൾ ചെയ്യുക, ടൂൾ ലൈഫ് ഇൻക്രീസ് ചെയ്യുക അല്ലേ, ഈ ചിപ്സ് ഫ്ലഷ് അവേ ചെയ്യുക, മെഷീൻ്റെ സർഫേസസിൽ കൊറോഷൻസ് വരാതെ നോക്കുക അല്ലേ, അങ്ങനെ എനർജി കൺസപ്ഷൻസ് കുറയ്ക്കുക അല്ലേ.
ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് കട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇംപ്രോപ്പർ ആയിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ്സ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. സോ ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ വി വിൽ യൂസ് കറക്റ്റ് എഡിറ്റീവ്സ്. ഓക്കെ, കറക്റ്റായിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. സോ ഓരോന്നിനും കറക്റ്റായിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, മെറ്റീരിയലിനനുസരിച്ചിട്ട് നമ്മൾ മെറ്റീരിയലിനും ഓപ്പറേഷനും അനുസരിച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ് ഫ്ലൂയിഡ് സെലക്ട് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുക. ഓക്കെ, സോ ദിസ് ഇംപ്രോപ്പർ കട്ടിംഗ് ഫ്ലൂയിഡ്സ് മേ ഓൾസോ ലീഡ് ഫോർ ട്രാപ്പിംഗ്. അതായത് കറക്റ്റായിട്ട് ചിപ്സ് ഫ്ലോ ചെയ്യപ്പെടുന്നില്ല എന്നുള്ള കണ്ടീഷനിൽ ചിപ്സ് ട്രാപ്പ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഇസ് നോൺ ആസ് ലോഡിങ്. ഓക്കെ, സോ ഫൈൻ ഗ്രെയിൻ ആൻഡ് സോഫ്റ്റ് വീൽ ഡു നോട്ട് ലോഡ് ദ വീൽ. ഓക്കെ, ഫൈൻ ഗ്രെയിൻസ് സോഫ്റ്റ് ആയിട്ടുള്ള വീലും ലോഡിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരില്ല. ഓക്കെ, സോ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഗമ്മിങ് ആണ്. ഗമ്മിങ് ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലെ. ഗമ്മിങ് ഈസ് സെഡ് ടു ബി ഒക്കേർഡ് ഓൺ ദ വീൽ ഫേസ് വെൻ ദ ഗ്രൈൻഡിങ് ഫ്ലൂയിഡ് ഡിറ്റീറിയേറ്റ്സ് ആൻഡ് ഫോംസ് ലെറ്റ്സ്. ഞാൻ ഈ പറയുന്ന പോലെ ഗ്രൈൻഡിങ് ഫ്ലൂയിഡ്സ് ഒരു നമ്മളെ മഡില്ലേ, മഡ് നമ്മൾ ചളി അല്ലേ, ചളി ഫോമിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതിന് ഗമ്മിങ് എന്ന് പറയും. ഓക്കെ, വീൽ ഫേസിൽ ഗമ്മിങ് എന്ന് പറയും. സോ ഇതാണ് ഗ്ലേസിങ് ആൻഡ് ലോഡിങ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? വാട്ട് യു മീൻ ബൈ ഗ്ലേസിങ് ആൻഡ് വാട്ട് യു മീൻ ബൈ ലോഡിങ്? ഹൗ ഗ്ലേസിങ് ഈസ് ഫോമിങ് അല്ലേ? ഗ്ലേസിങ് എങ്ങനെ, എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിൻ്റെ റെമഡി എന്താണ്? ലോഡിങ് എന്ത് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, എന്താണ് ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, എന്തുകൊണ്ടാണ് ലോഡിങ് സംഭവിക്കുന്നത്? സോ ഹോപ്പ് യു ഓൾ understand what is glazing and what is loading. Any confusions? Hello, daily confusions undo glazing and loading? Hello, sir. confusions undo endengilum glazing and loading? Right, now let's go to dressing and truing. Okay, dressing and truing. അപ്പോൾ നമുക്ക് ഗ്ലേസിങ്, ലോഡിങ്, ഗമ്മിങ് എന്നൊക്കെ പറയുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ വീലിൻ്റെ എഫിഷ്യൻസീനെ ബാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രൈൻഡിങ് വീലിൻ്റെ എഫിഷ്യൻസീനെ ബാധിക്കും എന്നാണ് പറയുന്നത്, ഗ്ലേസിങ്, ലോഡിങ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്, വീലിൻ്റെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കട്ടിംഗ് പ്രോപ്പർട്ടീസ്, ഗ്രൈൻഡിങ് വീലിൻ്റെ കട്ടിംഗ് പ്രോപ്പർട്ടീസ് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സിങ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡ്രസ്സിങ് ഇസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ ലീഡിങ് ആൻഡ് ബ്രേക്കിംഗ് അവേ ദ ഗ്ലേസ്ഡ് സർഫേസ് സോ ദാറ്റ് ഫ്രഷ് ഷാർപ്പ് എബ്രസീവ് പാർട്ടിക്കിൾസ് ആർ അഗെയിൻ പ്രസൻറ്റഡ് ടു വർക്ക് ഫോർ എഫിഷ്യൻറ്റ് കട്ടിങ്. ഓക്കെ, അതായത് ഗ്ലേസിങ്, ലോഡിങ് എന്ന് പറയുന്നതൊക്കെ വിച്ച് വിൽ റെഡ്യൂസ് the efficiency of a grinding wheel. Okay, this dressing എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ഗ്രൈൻഡിങ് വീലിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഡ്രസ്സിങ് ഇസ് ദ പ്രോസസ് which is done to restore the cutting properties of the grinding wheel. Okay, ഗ്രൈൻഡിങ് വീലിൻ്റെ കട്ടിംഗ് പ്രോപ്പർട്ടീസ് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമുക്ക് ഈ ഗ്ലേസിങ്, ലോഡിങ് ഒക്കെ വരുന്ന സമയത്ത് അത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡ്രസ്സിങ് ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ റിമൂവ്സ് ലോഡിങ് ആക്ച്വലി. ഓക്കെ, ആൻഡ് ബ്രേക്ക് അവേ ദിസ് ഗ്ലേസ്ഡ് സർഫേസ്. ഓക്കെ, ഗ്ലേസ്ഡ് സർഫേസ് കാണുന്നില്ലേ, ഗ്ലേസ്ഡ് സർഫേസ് റിമൂവ് ചെയ്യും. അപ്പോൾ അതായത് നമുക്ക് ഡള്ളായിരിക്കുന്ന എബ്രസീവ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും ഷാർപ്പായി മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വേറെ സംഭവിച്ച എബ്രസീവ് പാർട്ടിക്കിൾസ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് പുറത്തോട്ട് അതായത് ഈ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ബോണ്ടില്ലേ, ബോണ്ട് കാരണം ഈ ഒരു എബ്രസീവ് പാർട്ടിക്കിൾസ് നമ്മളെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രെയിൻ ഫ്രാക്ചർ ആണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ. അപ്പം ഗ്രെയിൻസ് കട്ട് ചെയ്ത് പോകുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ, ഡള്ളായിട്ടുള്ളൊരു കണ്ടീഷനെയാണ് നമ്മൾ ഗ്ലേസിങ് എന്ന് പറയുന്നത്. അപ്പം ബോണ്ട് ഈ ഒരു ഗ്രെയിൻസിനെ, അതായത് ഡള്ളായിട്ടുള്ള ഗ്രെയിൻസിനെ റിലീസ് ചെയ്യുന്നില്ല അല്ലേ.
so that it is occurring the shiny particles. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഡ്രസ്സിങ് കൊണ്ട് മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഡ്രസ്സിങ് വിൽ റീഗെയിൻ ദിസ് കട്ടിങ് പ്രോപ്പർട്ടി. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിമൂവ് ദിസ് ലീഡിങ്സ്. ഓക്കെ, അതായത് ഈ ഡള്ളായിട്ടുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്ത് പുതിയ പാർട്ടിക്കിൾസിന് ഒരു വഴി കാണിച്ചു കൊടുക്കും. റൈറ്റ്, പുതിയ കുറേ എബ്രസീവ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. സോ എബ്രസീവ് പാർട്ടിക്കിൾസിനെ, ബാക്കി എബ്രസീവ് പാർട്ടിക്കിൾസിനെ ഷാർപ്പൻ ചെയ്ത് ഫ്രഷ് ഷാർപ്പൻ എബ്രസീവ് പാർട്ടിക്കിൾസ് ആർ അഗെയിൻ പ്രസൻറ്റഡ്. ഓക്കെ, അതായത് പഴയ എബ്രസീവ് ഡള്ളായിട്ടുള്ള എബ്രസീവ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്ത് പുതിയ ഫ്രഷ് ആയിട്ടുള്ള എബ്രസീവ് പാർട്ടിക്കിൾസിനെ വർക്കിന് വേണ്ടി റെഡിയാക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡ്രസ്സിങ്. So various type of dressing tools, namely star, diamond, round abrasive sticks എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഓഫ് എബ്രസീവ്സ് ഉണ്ട്. സിംഗിൾ പോയിന്റ് ഡയമണ്ട് ടൂൾ അല്ലെ, യൂസ്ഡ് ഫോർ സ്ട്രെയിറ്റ് ആൻഡ് ഫോം ഡ്രസ്സിങ് എന്നാണ് പറയുക. ഓക്കെ, ഡയമണ്ട് ടൂൾ. ഓക്കെ, ഇനി സ്റ്റാർ ഡ്രസ്സസ് ഉണ്ട്. ഈ സ്റ്റാർ ടൈപ്പ് ഡ്രസ്സേഴ്സ് ഉണ്ട്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഹാർഡൻഡ് സ്റ്റീൽ വീൽസ് വിത്ത് points on their periphery. Let me show you one dressing tool. Okay, dressing of grinding wheel. ദിസ് ഇസ്, ഇങ്ങനെയാണ് പ്രോസസ്സ് സംഭവിക്കുന്നത്. ശരിക്കും നിങ്ങൾ ഈ വരക്കുന്ന ഒരു പിക്ചർ ഇതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഡയമണ്ട് റസ്റ്റിൽ വെച്ചിട്ട് ഗ്രൈൻഡിങ് വീലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രസ്സ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഡ്രസ്സ് എടുത്ത് ഇതാണ് ഒരു ഗ്രൈൻഡിങ് വീൽ ഡ്രസ്സിങ്. ഇങ്ങനെയാണ് ചെയ്യുക ഗ്രൈൻഡിങ് വീൽ ഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, കാണുന്നില്ലേ? ജസ്റ്റ് കണ്ടോ ഗ്രൈൻഡിങ് വീൽ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നതെന്ന്. ദിസ് ഇസ് ദ ഗ്രൈൻഡിങ് വീൽ. ഓക്കെ, ഗ്രൈൻഡിങ് വീലാണ് നമുക്കറിയാം. ഇതൊരു ബെഞ്ച് ഗ്രൈൻഡർ ആണെന്ന് തോന്നുന്നു കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് എ ബെഞ്ച് ഗ്രൈൻഡർ. ഓക്കെ, രണ്ട് സൈഡിൽ ഇതുണ്ട് അല്ലേ, ബെഞ്ച് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല എന്താണെന്നുള്ളത്. ഓക്കെ, രണ്ട് ഗ്രൈൻഡിങ് വീൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഷീൽഡിൽ രണ്ട് ഗ്രൈൻഡിങ് വീൽസ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പോർഷനാണ് എന്തിനാ വിളിക്കുന്നത്, വർക്ക് റെസ്റ്റ് എന്നാണ് ഇതിനോട് പറയുന്നത് അല്ലേ. റൈറ്റ്, ഓക്കെ. അപ്പം എന്താണ് ഗ്രൈൻഡിങ് ഡ്രസ്സിംഗ് എന്നാണ് പറയുന്നത്? അതായത് ഓൾറെഡി ഗ്രൈൻഡ് ചെയ്യുന്ന കുറേ പ്രാവശ്യം നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഗ്രൈൻഡ് ചെയ്ത് ഇതിൻ്റെ അബ്രസീവ് പാർട്ടിക്കിൾസ് ഗ്ലേസ് ആയി തുടങ്ങുന്ന സമയത്ത് they will do dressing like this is a grinding wheel. Okay, ഇനി നോക്കിയോ, so just dressing എന്താണെന്ന് കാണിക്കാം. This is a dresser. Okay, dressing tool. This is a dressing tool. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് റൺ ചെയ്യുന്നു. റൈറ്റ്, ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ഗ്രൈൻഡിങ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രസ്സിങ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. സോ നിങ്ങൾ ഈ സ്റ്റാർ, ഡയമണ്ട്, റൗണ്ട് അബ്രസീവ് സ്റ്റിക്സ്, ഓക്കെ, അങ്ങനെ പല തരത്തിലുള്ള ഡ്രസ്സേഴ്സ് ഉണ്ട്. സോ ഡ്രസ്സിങ് വിൽ റിമൂവ് ദ ഡൽ ഗ്രെയിൻസ് വിച്ച് ഡസ് നോട്ട് ബ്രേക്ക് ഓഫ്. ഓക്കെ, so this will remove the dull grains and again it will present some sharp abrasive particles which are ready to work for efficient cutting. Okay, so that's happening in dressing. So there are different types of dressers. Okay, we will hold dressers in a work rest and we will just rotate this grinding wheel. Okay, that's happening in dressing. And now truing. Okay, truing. എന്താണ് truing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, സോ
process of changing the shape of the grinding wheel as it become worn from an original shape. നമ്മൾ ഒറിജിനൽ ഷേപ്പ്, അതായത് ഗ്രൈൻഡിങ് വീലിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ നിന്നും വിയർ സംഭവിച്ചിട്ട് ഈ വീലിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ടാവും. അതായത് കറക്റ്റ് റൗണ്ട് ആയിരിക്കില്ല, ചിലപ്പം കോൺസെൻട്രിക് ആയിരിക്കില്ല ചിലപ്പം. സോ ഇത് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. സോ ഈ ഒരു ചേഞ്ചിനെ മാറ്റുക, ഓക്കെ, ഈ ഒരു കറക്ഷൻ ചെയ്യുക. ഓക്കെ, സോ അതിനെയാണ് കറക്റ്റിംഗ് ദിസ് വീൽ ഷേപ്പ് എന്നാണ് നമ്മൾ ട്രൂയിങ്ങിനെ പറയുക ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡൺ ടു മേക്ക് വീൽ ട്രൂ ആൻഡ് കോൺസെൻട്രിക് വിത്ത് ദ ബോർ ഓർ ടു ചേഞ്ച് ദ ഫേസ് കൗണ്ടർ ഫോർ ഫോം ഗ്രൈൻഡിങ്. ഓക്കെ, ഫോം ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പാർട്ട് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു വീല് വേറെ സംഭവിച്ച് അൺഈവൺ ആയിട്ടുള്ള വേറെ സംഭവിച്ചുകൊണ്ട് വീലിൻ്റെ ഫേസിൻ്റെ ഷേപ്പ് ചെറുങ്ങനെ മാറിയിട്ടുണ്ടാവും. സോ ദിസ് ഷേപ്പ് അല്ല, പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ഷേപ്പ് ഓഫ് ദിസ് ഗ്രൈൻഡിങ് വീൽ ആസ് ഇറ്റ് ബിക്കം വേൺ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. ഒറിജിനൽ ഷേപ്പിൽ നിന്നും വേറെ സംഭവിച്ചത് കൊണ്ട് അതിനെ മാറ്റുന്നതിനാണ് നമ്മൾ ട്രൂയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോപ്പ് യു ആർ ക്ലിയർ ദാറ്റ്. അല്ലേ, ട്രൂയിങ് ക്ലിയർ അല്ലേ? True of grinding wheels. Okay. Truing of grinding wheels. Okay. Truing a grinding wheel. Okay. ജസ്റ്റ് എന്താണ്, സോറി, ഇങ്ങനെയാണ് ട്രൂ ചെയ്യുക. ഓക്കെ, ട്രൂയിങ് എ ഗ്രൈൻഡിങ് വീൽ, ട്രൂയിങ് എ ഗ്രൈൻഡിങ് വീൽ, ട്രൂയിങ് എ ബെഞ്ച് ഗ്രൈൻഡർ. ഓക്കെ, നമുക്ക് ട്രൂയിങ് എ ബെഞ്ച് ഗ്രൈൻഡർ നോക്കാം. സോ ബെഞ്ച് ഗ്രൈൻഡർ ഉണ്ട്. ദിസ് എ ബെഞ്ച് ഗ്രൈൻഡർ. ബെഞ്ച് ഗ്രൈൻഡറിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ട്രൂയിങ്. ഓക്കെ, ഗ്രൈൻഡിങ് വീലിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ടാവും. ഷേപ്പ് മാറുന്ന സമയത്ത് വി വിൽ ജസ്റ്റ് കണ്ടോ, കോൺസെൻട്രിക് ആണോ എന്നുള്ളതാണ്. ഓക്കെ, കോൺസെൻട്രിക് ആണോ എന്ന് നോക്കേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ബാലൻസ് ഔട്ട് ആണെന്ന് മനസ്സിലായതിനു ശേഷം വാട്ട് വി വിൽ ഡു ഇസ് ദാറ്റ് ദിസ് ഇസ് ട്രൂയിങ്. ഇതിനെയാണ് നമ്മൾ ട്രൂയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ അല്ലേ? ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂയിങ്ങും ഡ്രസ്സിങ്ങും രണ്ടും രണ്ടാണ്. ഓക്കെ, സോ അതൊരിക്കലും സെയിം അല്ല. ഒരുപോലെ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്, ഇത് ഇപ്പൊ കണ്ടത് രണ്ടും ഒരു വീല് കറങ്ങുന്നു, നമ്മൾ എന്തോ ഒരു സാധനം കൊണ്ടുപോയി വെക്കുന്നു, അത് അല്ലേ, ആ ഒരു രീതിയിലല്ല കണ്ടത്. പക്ഷെ പ്രോസസ്സ് വ്യത്യാസമുണ്ട് ശരിക്കും. അതായത് നമ്മൾ ജസ്റ്റ് ഗ്രൈൻഡിങ് വീലിനെ രണ്ടാമത് റീഷാർപ്പൻ ചെയ്ത് പഴയ ഡള്ള് വേറെ പോയി പുതിയൊരു അബ്രസീവ് പാർട്ടിക്കിൾസിനെ വെൽക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രസ്സിംഗ് ടൂൾ ചെയ്യുന്നതും അത് തന്നെയാണ്. ഓക്കെ, വിച്ച് വിൽ റിമൂവ് ദിസ് പാർട്ടിക്കിൾസ്, ഡൾ പാർട്ടിക്കിൾസ്. ട്രൂയിങ്ങിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. ഓക്കെ, they are using for different purposes. Okay, truing is different and dressing is different. Truing എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ ഇതിൻ്റെ ആ ബാലൻസ് ഔട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഗ്രൈൻഡിങ് വീൽ, ഇപ്പം നമ്മളൊരു ബെഞ്ച് ഗ്രൈൻഡർ എടുത്തു, ആ ബെഞ്ച് ഗ്രൈൻഡറിൻ്റെ വീല് ബാലൻസ് ഔട്ട് ആയി എന്ന് മനസ്സിലായി. അപ്പം അത് മനസ്സിലായതിനു ശേഷം അതിനെ കോൺസെൻട്രിക് ആക്കുക, അതിനെ കറക്റ്റ് ഷേപ്പിൽ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ നമ്മളൊരു ട്രൂയിങ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഒരു ഡയമണ്ട് ടൂൾ വെച്ചിട്ടാണ് ശരിക്കും ഡ്രോയിങ് ചെയ്യുക. ഓക്കെ, ഡ്രോയിങ് ചെയ്യുന്നത് ഒരു ഡയമണ്ട് ടൂൾ വെച്ചിട്ടാണ് ചെയ്യുക. ഇനി
ഒരു കാര്യം എന്നുള്ളത് ഡ്രോയിങ് ആൻഡ് ഡ്രസ്സിങ് ആർ ഡൺ വിത്ത് ദ സെയിം ടൂൾ ബട്ട് നോട്ട് ഫോർ ദ സെയിം പർപ്പസ്. ഓക്കെ, ഒരു ഏകദേശം സെയിം ടൂൾ വെച്ച് നമുക്ക് ഡ്രോയിങ് ആൻഡ് ഡ്രസ്സിങ് ചെയ്യാം, ബട്ട് ഇറ്റ്സ് നോട്ട് ഫോർ ദ സെയിം പർപ്പസ് വ്യത്യാസമുണ്ട്. ഡ്രസ്സിങ്ങിന് വേറൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, ഡ്രോയിങ് വേറൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അല്ലേ. അപ്പം പർപ്പസ് മനസ്സിലാക്കുക. ഡ്രോയിങ് ഓപ്പറേഷൻ ചേഞ്ചസ് ദ ഷേപ്പ് ഓഫ് ദ വീൽ. ഓക്കെ, വേൺ ഔട്ട് ചെയ്ത വീലിൻ്റെ ഷേപ്പ് മാറ്റുക എന്നുള്ളതാണ് ഡ്രോയിങ് ഓപ്പറേഷൻ. ഓക്കെ, ഒറിജിനൽ ഷേപ്പിൽ നിന്നും വേൺ ഔട്ട് ചെയ്ത ഷേപ്പിനെ നമ്മൾ അത് റീഗെയിൻ ചെയ്യുക എന്നുള്ളതല്ല, കോൺസെൻട്രിക് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഡ്രോയിങ് ആൻഡ് ഡ്രസ്സിങ് ആർ ഡിഫറെൻറ്റ് പ്രോസസ് ഫോർ മീൻസ് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് അല്ലേ. ഡ്രസ്സിങ്ങും ഡ്രോയിങ്ങും സെയിം പർപ്പസിന് വേണ്ടി ചെയ്യുന്നതല്ല, പക്ഷേ ചെയ്യുന്നത് ഗ്രൈൻഡിങ് വീലിൽ ഒരു ഏകദേശം സെയിം ടൂൾ വെച്ചിട്ടാണ്. ഓക്കെ, ഗ്രൈൻഡിങ് വീലിൽ 2-3 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് ഡ്രസ്സിങ് ആൻഡ് ഡ്രോയിങ്. അതിൽ ഗ്ലേസിങ് ആൻഡ് ലോഡിങ് ആൻഡ് ഗമ്മിങ് ആർ സം കണ്ടീഷൻസ്. സോ ദീസ് കണ്ടീഷൻസ്, ഗ്രൈൻഡിങ് വീലിൽ വരുന്ന ഈ കണ്ടീഷൻസിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഡ്രസ്സിങ് ആൻഡ് ഡ്രോയിങ്ങും ചെയ്യുന്നത്. ഓക്കെ, so drawing is the act of regenerating the required geometry of the grinding wheel, whether the geometry is a special form or a flat profile. And dressing is the conditioning of the wheel surface, which ensure that grit cutting edges are exposed from the bond and thus able to penetrate into the work material. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് എഴുതിയാണ്. ഓക്കെ, ഡ്രോയിങ് ഇസ് ദ ആക്ട് ഓഫ് റീജനറേറ്റിംഗ് ദ റിക്വയർഡ് ജോമെട്രി ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ. ഓക്കെ, ഡ്രസ്സിങ് ഇസ് ദ condition of the wheel surface which ensures that these sharp cutting edges are exposed from the bond. Okay, ഡ്രസ്സിങ്ങും ഡ്രോയിങ്ങും ഓക്കെ അല്ലേ? റൈറ്റ്. ഇവിടത്തേക്ക് ഈ ഒരു ഡ്രസ്സിങ് ഡ്രോയിങ് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്ക് എന്തായി, ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ ഗ്രൈൻഡിങ് മെഷീൻസ് കഴിയുകയാണ്. ഓക്കെ, ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടത്തേക്ക് കഴിയുന്നു. സോ എന്തൊക്കെ നമ്മൾ ഗ്രൈൻഡിങ്ങിന് വേണ്ടി പഠിച്ചു? വാട്ട് യു ഓൾ സ്റ്റഡി ഫോർ ഗ്രൈൻഡിങ് അല്ലേ? ഗ്രൈൻഡിങ്ങിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഗ്രൈൻഡിങ് മെക്കാനിസം പഠിച്ചു, ഗ്രൈൻഡിങ് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ദ ഓപ്പറേഷൻസ് ഓഫ് ഗ്രൈൻഡിങ് പഠിച്ചു. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൈൻഡിങ് മെഷീൻസ് പഠിച്ചു അല്ലേ, ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡേഴ്സ് ആൻഡ് സെൻട്രലെസ് ഗ്രൈൻഡിങ് അല്ലെ, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്, ഡിഫറെൻറ്റ് ഗ്രൈൻഡേഴ്സ് പഠിച്ചു. ഗ്രൈൻഡിങ് വീലിൻ്റെ സ്പെസിഫിക്കേഷൻ പഠിച്ചു. Then abrasives, different types of abrasives, different types of bonds, their advantage, disadvantage, grinding wheels in the സെലക്ഷൻ അല്ലെ, എങ്ങനെയാണ് നമ്മൾ ഗ്രൈൻഡിങ് വീല് സെലക്ട് ചെയ്യുന്നത്, പർട്ടിക്കുലർലി നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്രൈൻഡിങ് വീലിനെ ജസ്റ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് സം കണ്ടീഷൻ ലൈക്ക് ഗ്ലേസിങ്, ലോഡിങ്, ഡ്രസ്സിങ്, ഡ്രോയിങ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്സിലോട്ടാണ്. നമുക്ക് ഈ മോഡ്യൂളിൽ ഇനി പഠിക്കാനുള്ള കാര്യങ്ങൾ മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 പ്രോസസ്സുകളും പിന്നെ സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത് ആൻഡ് ഓട്ടോമാറ്റിക് ലെയ്ത്ത്. ഓക്കെ, സെമി ഓട്ടോമാറ്റിക് മെഷീൻ ടൂൾ ആൻഡ് ഓട്ടോമാറ്റിക് മെഷീൻ ടൂൾ, ലൈക്ക് ദാറ്റ്സ് ഇറ്റ്. സോ ഇതിൽ മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്സ്. സോ എന്താണ് മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്സ് എന്താണ് പറയുന്നത്? ഓക്കെ, സോ ദ സർഫേസ് ഫിനിഷ് ഹാസ് എ വൈറ്റൽ റോൾ ഇൻ ഇൻഫ്ലുവൻസിങ് functional characteristics like wear resistance, fatigue strength, corrosion resistance, power loss due to friction. ഞാൻ ഈ പറഞ്ഞ ഒരു പോയിന്റ് അല്ലേ, ഞങ്ങൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അതായത് സർഫേസ് ഫിനിഷ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഈ ഒരു കട്ടിങ്ങിനെ, അതായത് മെറ്റൽ കട്ടിങ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു ഒരു മാനുഫാക്ചറിങ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഹാസ് എ വൈറ്റൽ റോൾ in influencing these characteristics, right? So അത് എങ്ങനെ, അതായത് സർഫേസ് ഫിനിഷിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ വാട്ട് ഓൾ വി ആർ ഡൂയിങ് ഫോർ ദിസ് മൈക്രോ ഫിനിഷിങ്. ഓക്കെ, ഒരു കറക്റ്റായിട്ടുള്ള ഫിനിഷ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് അസൈൻഡ് ഫോർ ഫൈനൽ മെഷീനിങ് ഓഫ് ദ വർക്ക് പീസസ് ആൻഡ് പീക്സ് ഓഫ് സർഫേസ് micro irregularities remaining after
പ്രീവിയസ് മെഷീനിങ് ഓപ്പറേഷൻസ് ആർ ബീങ് റിമൂവ്ഡ് അല്ലേ. നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ആസ് വി ആർ ഡൂയിങ് വൺ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. ഞാൻ ആ ഇറഗുലാരിറ്റീസിനെയാണ് നമ്മൾ സർഫേസ് റഫ്നെസ് എന്ന് പറഞ്ഞത് അല്ലേ. ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറഗുലാരിറ്റീസ് ഒരു തവണ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഈ സർഫേസിൻ്റെ പീക്സിലുള്ള ഇറഗുലാരിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു ബൈ യൂസിങ് സം ഫിനിഷിംഗ് ഓപ്പറേഷൻസ്. So what all are these finishing operations? Micro finishing operations. Okay, let's see. Lapping, honing, super finishing, polishing and buffing. Okay, lapping, honing, super finishing, polishing and buffing. So എന്താണ് ലാപ്പിംഗ്, എന്താണ് ഹോണിങ്? ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ലാപ്പിംഗ്, ഹോണിങ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് പറയാം. അല്ലെങ്കിൽ മൈക്രോ ഫിനിഷിങ്ങിൻ്റെ പാർട്സിൽ ലാപ്പിംഗ് ആൻഡ് ഹോണിങ് ആർ സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ലാപ്പിംഗ് ആൻഡ് ഹോണിങ്. എന്തും ചോദിക്കാം, ലാപ്പിങ്ങിൻ്റെ ഹോണിങ്ങും എന്തും ചോദിക്കാം. സോ എന്താണ് ലാപ്പിംഗ്, എന്താണ് ഹോണിങ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ലാപ്പിംഗ്? ഓക്കെ, ലാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു സർഫേസ് ഫിനിഷ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, റിഫൈനിങ് ദ സർഫേസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ മെറ്റൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഫസ്റ്റ് കട്ട്, റഫ് കട്ടിങ്ങിൽ നമുക്കൊരു കട്ടിങ്ങിൻ്റെ സമയത്ത് സർഫേസസ് ഫിനിഷ്ഡ് ആയിരിക്കില്ല. സോ ആഫ്റ്റർ ദാറ്റ് ഈ ഇറഗുലാരിറ്റീസ്, സർഫേസിലുള്ള ഇറഗുലാരിറ്റീസ് റിമൂവ് ചെയ്യുന്നു. ഹൗ? വാട്ട് വി ആർ ഡൂയിങ് ഇസ് ദാറ്റ് lapping is an abrading process, okay, for refining this surface finish and geometrical accuracy. ഒരു ഫ്ലാറ്റോ സിലിണ്ട്രിക്കലോ അല്ലെങ്കിൽ സ്ഫെറിക്കലോ ആയിട്ടുള്ളൊരു സർഫേസ് നമ്മൾ മെഷീൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന ഇറഗുലാരിറ്റീസ് റിഫൈൻ ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലാപ്പിംഗ് എന്ന് പറയുന്നത്. സോ പ്രോസസ് ഓഫ് റിമൂവിങ് സർഫേസ് റഫ്നെസ്, ടൂൾ മാർക്സ്, സർഫേസ് ക്രാക്സ് അല്ലേ, ഫ്രം ഗ്രൈൻഡിങ്. നമ്മൾ ഈവൻ ആദ്യത്തെ റഫ് കട്ടിങ് ചെയ്തു, നമ്മൾ പറയുന്നു ഗ്രൈൻഡിങ് ഈസ് സംവാട്ട് എ ഫിനിഷിംഗ് ഓപ്പറേഷൻ അല്ലേ. മൈക്രോ ഫിനിഷിംഗ് അല്ല, ഫിനിഷിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. ഈവൻ ആഫ്റ്റർ ഗ്രൈൻഡിങ് ദർ വിൽ ബി സം ടൂൾ മാർക്സ് ആൻഡ് സർഫേസ് ക്രാക്സ് ഓർ സർഫേസ് റഫ്നെസ് അല്ലേ. ഒരു പീക്സ്, നമ്മൾ സർഫേസ് എടുത്ത് നോക്കിയാൽ ഒരു പീക്സ് ഒക്കെ കാണാൻ പറ്റും. ആക്ച്വലി ഹൗ ഇറ്റ് ഈസ് ഡൂയിങ് ദാറ്റ്, നമ്മളൊരു കട്ട് ചെയ്തൊരു സർഫേസ് എടുക്കുന്നു. ഞാനൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സർഫേസ് നോക്കാൻ, സർഫേസ് റഫ്നെസ് നോക്കാൻ ഒരു പ്രൊഫൈലോമീറ്റർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഓക്കെ, സോ ബൈ യൂസിങ് ഇറ്റ് വിൽ ഹാവ് എ ഡയമണ്ട് ടിപ്പ്. ഓക്കെ, ഡയമണ്ട് ടിപ്പ് ഉണ്ടാവും. നമ്മൾ മെഷീന് ചെയ്ത സർഫേസ് നമ്മൾ എടുക്കുന്നു, ഈ ഒരു ഡയമണ്ട് ടിപ്പ് വെച്ചിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ലെങ്ത്തിൽ മൂവ്മെൻറ്റ് ചെയ്യുന്നു. സോ ആ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ട്രാക്ക് നമ്മൾ ട്രാക്കിംഗ് ദീസ് പാത്ത് ആണ് ശരിക്കും സംഭവിക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഇറഗുലാരിറ്റീസ് എത്രത്തോളം ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാവും. സോ ദാറ്റ് ഈസ് ഹൗ എ സർഫേസ് റഫ്നെസ് ഈസ് മെഷേർഡ്. ഓക്കെ, ആക്ച്വലി പ്രാക്ടിക്കലി. സോ ടൂൾ മാർക്സ്, സർഫേസ് റഫ്നെസ്, ഇങ്ങനത്തെ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിസ്ട്രൂഷൻസ്, മൈനർ ഡിഫക്ട്സ്, അതെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വൺ ഓഫ് ദ മൈക്രോ ഫിനിഷിംഗ് പ്രോസസ് ഈസ് ലാപ്പിംഗ്. Okay, so this lapping process is done to improve surface quality. Okay, and it is used to produce optical lenses, metallic bearing surface gauges and other parts. Okay, അപ്പോൾ നമുക്ക് എക്സ്ട്രീം ആക്യുറസിയിൽ, അതായത് വളരെ സർഫേസ് പോളിഷ്ഡൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ പ്രൊഡക്ട്സിലും നമ്മൾ സർഫേസിൽ ഫിനിഷ് നോക്കാറുണ്ടല്ലേ. ഈവൻ നമ്മുടെ മൊബൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തോ സാധനം ആയിക്കോട്ടെ, നമ്മൾ വി വിൽ ലുക്ക് ഫോർ എ ഗുഡ് സർഫേസ് ഫിനിഷ്, റൈറ്റ്? സോ നമുക്ക് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും മാനുഫാക്ചറിങ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്, റൈറ്റ് അല്ലേ? സോ ഇറ്റ് നീഡ് സം ഗുഡ് ക്വാളിറ്റി സർഫേസ്, റൈറ്റ്? എക്സ്ട്രീം ആക്യുറസി ആയിരിക്കണം, കറക്റ്റായിട്ടുള്ള ആക്യുറസിയിലായിരിക്കണം ചെയ്തിട്ടുണ്ടാവണം. സോ ടു make it more accurate, extremely good surface geometrical appearance, we are doing this lapping process. Okay, so in lapping it removes a very
thin layer of material, okay, very thin layer of material. That's what I mentioned over here. You can see about 0.005 to 0.1 mm. That is the layer thickness, like thin layers, വളരെ thin ആയിട്ടുള്ള layers ആണ് റിമൂവ് ചെയ്യപ്പെടുന്നത്. So lapping is done with some loose grains abrasives or with bonded abrasive disc. നിങ്ങൾക്ക് താഴെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? That's a schematic diagram of a lapping. So ഒരു പെർട്ടിക്കുലർ പോർഷൻ റൗണ്ട് ചെയ്ത കാണുന്നില്ലേ, ഈ ഒരു പോർഷനെ എൻലാർജ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ we have a work part over there. We will be having a fluid and some abrasive grains. Okay, ഇതിൽ ലാപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, we do have some loose grain abrasives by using some fluids also. Okay, കുറച്ച് fluids ഉണ്ടാവും നമ്മുടെ കയ്യിൽ. So the tool we are using is known as lap, LAP, lap. Okay, for lapping we will use the tool lap. So we will place the workpiece. Okay, we will hold the workpiece somewhere by using some work holding devices, or just plainly വളരെ ചെറുതൊക്കെയാണെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് വെക്കാൻ പറ്റും. Now we will use a lap. Okay, and the tool lapping ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾ ഉപയോഗിക്കും. We will have some abrasive particles and a fluid. So then we will rub it. So no sparking is produced. Lapping sparking സംഭവിക്കില്ല. Okay, so why you know that it's a fluid? അല്ലെ, ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ അറ്റ്മോസ്ഫിയറിലാണ് നമ്മളിത് ചെയ്യുന്നത്. So actually this lapping is a low efficiency process. You can see the enlarged picture over here. Okay, we have a slurry, embedded grains over there, loose grains, workpiece, lap plate is there. So lapping involves the cutting and shearing action of loose abrasive particles and the fine grindings of abrasive particles embedded in the lap plate. Okay, ഈ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Do you have any doubts? Lapping, നമ്മൾ ലാപ്പിങ്ങിലോട്ട്, you have any doubts? എങ്ങനെയാണ് ലാപ്പിംഗ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? Yes sir. Yes, it's quite simple process. Okay, Yes sir. Lapping is a simple process. It's a micro finishing process where we get a good extreme accuracy actually, but it's an comparing to some other micro finishing process, it has low efficiency. Okay, so but still in some industries lapping itself is used. എത്ര എഫിഷ്യൻ്റ് നമ്മൾ തിയററ്റിക്കലി എഫിഷ്യൻസി കുറവാണെന്ന് പറഞ്ഞാൽ കൂടി for particular conditions, that at a particular conditions for particular applications, still lapping is used. Okay, so in lapping, instead of a bonded abrasive tool, okay, ഒരു abrasive tool bond ചെയ്തിട്ടുള്ള abrasive tools ആണ് ഗ്രൈൻഡിങ്സിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. But instead of that, we are using oil-based fluid suspension of very small free abrasive grains. That is the exact point you have to note it down. Okay, correct ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണിത്. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ബോണ്ടഡ് അബ്രസീവ്സ്, നമ്മൾ കുറേ ബോൺസ് പഠിച്ചിട്ടുണ്ട്, കുറേ ടൈപ്സ് ഓഫ് അബ്രസീവ്സ് പഠിച്ചിട്ടുണ്ട്. ബൈ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ബോൺസ് ഉപയോഗിച്ച് അബ്രസീവ് പാർട്ടിക്കിൾസ് വി വിൽ ഹെൽഡ് ഇറ്റ് ടുഗെദർ, റൈറ്റ്? സോ അങ്ങനെയല്ലാതെ in lapping, instead of these types of bonded abrasive tools, we will use oil-based fluid suspension of very small free abrasive grains. Okay, there is a lapping compound and is applied between the workpiece and the lapping tool. നമുക്ക് workpiece ഉണ്ടാവും, we will have a lapping tool ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ലാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു സസ്പെൻഡഡ്, അതായത് ഈ അബ്രസീവ് പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും.
ഈ ഫ്ലൂയിഡ് ഇത് നമ്മൾ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ we will apply this lapping compound, okay, between the workpiece and the lapping tool. So face of the lap becomes charged with these abrasive particles. The lapping tool is called a lap. Lap is made up of soft material actually, and enough to receive and retain these abrasive lanes. Okay, so there are different types of lapping actually: individual piece lapping, matched piece lapping, hand lapping, machine lapping. Different types of lapping ഉണ്ട്. അതിലോട്ട് നമുക്ക് കടക്കാം. Okay, we will discuss about it. But before that, we will look into some advantages of lapping. എന്തൊക്കെയാണ് advantage? Work life is increased. Okay, so ഒരു particular surface നമ്മൾ അല്ലെങ്കിൽ tool നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൂളിൻ്റെ വർക്ക് ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നു. So it provides great uniformity, surface finish and optical flatness. Flatness ഒക്കെ okay, flatness provide ചെയ്യുന്നു, uniformity, it have good surface finish. So parts accuracy is up to 0.006 mm. Okay, so still lapping applications are piston rings, piston pins, plug gauges, roller bearings, engine pistons. ഇതൊക്കെ നമ്മൾ ലാപ്പിംഗ് പ്രോസസ്സിലൂടെയാണ് സർഫേസ് ഫിനിഷിംഗ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, so these are the advantages of some lapping. I will show you one lapping process and then we will stop. ലാപ്പിംഗ് പ്രോസസ്സ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ലാപ്പിംഗ് ഇല്ല സർ. പോളിക്കാർ ലാപ്പിംഗ് ചെയ്തിട്ടുണ്ടോ? പോളിക്കാരൊക്കെ ഉറങ്ങിപ്പോയോ? പോളിക്കാർ ഓക്കെ, ആക്ച്വലി ലാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ആനിമേഷൻ വീഡിയോ ആണിത്. ജസ്റ്റ് ഒരു മിനിറ്റേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, സോ that's a workpiece. Okay, അത് ലാപ്പിംഗ് ടൂൾ ആണ്. We will hold it and we will ഓക്കെ, ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ മോർ പ്രോസസ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ സർ. ഓക്കെ സർ.